ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് എല്ലാവർക്കും ഒരു ഹാപ്പി വിമൻസ് ഡേ വിഷ് ചെയ്യുന്നു. മാർച്ച് 8 വിമൻസ് ഡേ ആയിട്ട് ലോകമെമ്പാടും കൊണ്ടാടുന്നു, ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഈ ദിവസം വളരെ സന്തോഷം തരുന്നൊരു ദിവസം. അതോടൊപ്പം തന്നെ നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ടിയും നമ്മളുടെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ചെയ്തവരുമായിട്ടുള്ള അനേക വനിതാ രത്നങ്ങൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായിട്ടുണ്ട്. അതിൽ 1-2 പേര് ഈ സമയത്ത് ഓർക്കുവാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. വിഷ് യു ഓൾ അഗെയിൻ എ ഹാപ്പി വിമൻസ് ഡേ. ഇന്ന് ഞാൻ ഒന്നാമതായി പറയാൻ പോകുന്ന ഡോക്ടർ വി ശാന്ത എന്ന ഒരു ഇന്ത്യൻ ഓൺകോളജിസ്റ്റിനെ കുറിച്ചാണ്. മൈലാപ്പൂരിൽ ചെന്നൈയിൽ ജനിച്ച് ചെന്നൈയിൽ തന്നെ മരിച്ച് ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ വി ശാന്ത എന്ന വലിയ ഡോക്ടർ. അടയാറിലുള്ള ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർപേഴ്സണായി ഒരുപാട് വർഷം സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിത്വമാണ്. ഡോക്ടർ വന്നിട്ട് മാർച്ച് 11 1927 ജനിച്ച് 93 വയസ്സിൽ 19 ജാനുവരി 2021 അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് ചെന്നൈയിൽ വെച്ച് മരിച്ചു. ഒരു മാസീവ് കാർഡിയാക് പ്രോബ്ലം, ഒരു ബ്ലോക്ക് വന്നിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റാതെ ഡോക്ടർ മരിക്കുകയാണ് ഉണ്ടായത്. നമ്മളുടെ സമൂഹത്തിൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്യാൻസറിനെ കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ഡോക്ടർ ഏകദേശം 60 വർഷക്കാലം ഈ ക്യാൻസർ എന്ന രോഗത്തിന് വേണ്ടി മാത്രം അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. അവർ വിവാഹം കഴിച്ചിട്ടില്ല, അവർ കുടുംബമില്ല, മൊത്തത്തിൽ അവർ ഈ സർവീസിന് വേണ്ടി മാത്രം ജീവിച്ചു മരിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ സമയം മാഡത്തിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. മഹിളാരത്നം നമ്മൾ കേട്ടിരിക്കുന്ന CV രാമൻ എന്ന് പറയുന്ന നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ളതാണ്. അതുപോലെ തന്നെ ആ ഡോക്ടറുടെ ഗ്രാൻഡ് അങ്കിളാണ് CV രാമൻ എന്ന് പറയുന്ന വലിയ സയൻറ്റിസ്റ്റ്. ഈ സമയം ആ ഡോക്ടറെക്കുറിച്ച് വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ചെയ്ത വലിയ സർവീസ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ക്വാളിറ്റിയോട് കൂടിയതും അതുപോലെ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുമായുള്ള രീതിയിലുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ലഭിക്കേണ്ടതിനായിട്ട് നമ്മളുടെ ഈ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചതും അവരുടെ കോൺട്രിബ്യൂഷനും. അവരുടെ ജീവിതം തന്നെ അവർ ഡെഡിക്കേറ്റ് ചെയ്ത് ആ മിഷന് വേണ്ടി മാത്രം അത് ഓർഗനൈസ് ചെയ്യുവാനും അത് കെയർ എടുക്കുവാനും കെയർ ഫോർ ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ തന്നെ ആ രോഗങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡീസ്, റിസർച്ച് അതൊക്കെയും ചെയ്യുവാനും ആ രോഗം വരാതിരിക്കാനും പ്രിവെൻഷനും ക്യൂറും അതെങ്ങനെ കണ്ടുപിടിക്കാനൊക്കെയും പുതിയതായിട്ട് അതിനെക്കുറിച്ചുള്ള അറിവ് ജനങ്ങളുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യുവാനൊക്കെയും ആ ഡോക്ടർ അവരുടെ സർവീസിന് ഉപകരിച്ചു. അതുപോലെ തന്നെ അനേക സ്പെഷ്യലിസ്റ്റുകളെയും സയൻറ്റിസ്റ്റുകളെയൊക്കെയും ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് വന്നിട്ട് നമ്മളുടെ കൺട്രിക്ക് തന്നെ വലിയ ഒരു ഈ ഓൺകോളജി എന്ന് പറയുന്ന ആ വിഭാഗത്തിന് വലിയ കോൺട്രിബ്യൂഷനായി മാറിയെന്ന് പറയാം. അവരുടെ വർക്ക്, അതായത് ഹെർ വർക്ക് വൺ ഹെർ സെവറൽ അവാർഡ്സ്. മെഗസസ് അവാർഡ് ജേതാവാണ്. അതുപോലെ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഒക്കെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്ത്, അതായത് സിവിലിയൻ അവാർഡ്, സെക്കൻഡ് ഹയസ്റ്റ് അവാർഡ് അതിന് ജേതാവായുള്ള ഒരു മഹിളാരത്നമാണ്. അതുപോലെ തന്നെ അവർ അനേക ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ടും അതുപോലെ ഓർഗനൈസേഷനുമായിട്ടൊക്കെയും നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും കമ്മിറ്റികളിലൊക്കെയും മെമ്പറായിരുന്നു. ഇൻക്ലൂഡിങ് WHO പോലും അവർ
ഒരംഗമായിരുന്നു എന്നുള്ളത് നാം ഈ സ്ഥലത്തിൽ ഓർക്കേണ്ടതാണ്. അതുപോലെ അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് 1955 മുതലുള്ള അവരുടെ അസോസിയേഷനുണ്ട്. ഒരുപാട് വർഷം അവരതിൻ്റെ ഡയറക്ടർ സ്ഥാനത്തൊക്കെ ഇരിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും നല്ലതായിട്ടുള്ള സർവീസൊക്കെയും നമ്മൾക്ക് തരുവാനായിട്ട് സാധിച്ചു. ഡോക്ടർ ശാന്ത അവർ വന്നിട്ട് 60 വർഷത്തെ കൂടുതൽ ഈ രാജ്യത്തിലുള്ള ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. അവരുടെ മുമ്പിൽ ഈ വുമൻസ് ഡേയിൽ ആ ഡോക്ടറെ ഓർക്കുകയും അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ തലകും കുനിക്കുകയും ചെയ്യുന്നു. അതുപോലെ രണ്ടാമതായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതായ മേഴ്സി മാത്യു എന്ന ദയാബായി. അവർ ഒരു ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. കേരളത്തിൽ നിന്നുള്ള വ്യക്തിത്വമാണ്. ട്രൈബലുകളുടെ ഇടയിൽ സെൻട്രൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാഡമാണ്. ബാരുൾ എന്ന് പറയുന്ന ചിന്ദ്വാര ഡിസ്ട്രിക്റ്റ് മധ്യപ്രദേശിൽ ബാരുള്ള വില്ലേജിലാണ് അവർ ഏകദേശം 30 to 40 ഇയേഴ്സായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 1941 ഫെബ്രുവരി മാസം 22-ാം തീയതി പാലായ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ അവർ ജനിച്ചു. അതുപോലെ തന്നെ ഇന്ന് അവർക്ക് 83 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഷീ ഈസ് സ്റ്റിൽ ആക്റ്റീവ്. അവർ വന്നിട്ട് നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ അതിലൊരു അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവർ ഒറ്റയ്ക്ക് ആയിട്ടുള്ള അനേക സ്ട്രഗിളുകൾ, അതുപോലെ തന്നെ ഈ ഫോറസ്റ്റിനുള്ളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വില്ലേജിലുള്ളവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ആദിവാസികളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അനേക സ്ട്രഗിൾസിൽ അവർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബീഹാർ, ഹരിയാന, മധ്യപ്രദേശ് തുടങ്ങിയ മഹാരാഷ്ട്ര, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്റ്റേറ്റുകളിലൊക്കെയും അവരുടെ കോൺട്രിബ്യൂഷൻ ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസം ഒരു അഭിഭാഷക ഡിഗ്രി ഉണ്ട്. അതോടൊപ്പം അവർ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSW മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് അത് കംപ്ലീറ്റ് ചെയ്ത ഒരു കന്യാസ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു. അതിന് ശേഷം അവർ കന്യാസ്ത്രീയുടെ ഇത് വിട്ടിട്ട് ജനങ്ങളുടെ പുവർ പീപ്പിളിൻ്റെ ഇടയ്ക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതം പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്ത് ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവരും പല പ്രൈവറ്റായിട്ടുള്ള അവാർഡുകൾക്കൊക്കെ അർഹയായിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ആ യുദ്ധഭൂമിയിൽ കഷ്ടമനുഭവിച്ചവരെ പോയി ശുശ്രൂഷിക്കുവാനൊക്കെയും അവർ അവസരങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. ദയാബായി എന്ന വലിയ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഒരു വർഷത്തിൽ പല പ്രാവശ്യം വെസ്റ്റേൺ കൺട്രീസിൽ പോവുകയും അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഈ സോഷ്യൽ വർക്കിനെ കുറിച്ചൊക്കെയും ലെക്ചറും ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു മഹിളാരത്നമാണ്. ആ മാഡത്തിൻ്റെ മുമ്പിൽ ഇന്നത്തെ ഈ വനിതാ ദിനത്തിൽ ഈ വുമൻസ് ഡേയിൽ അവർക്ക് ഒരു വലിയ ആദരവ് അർപ്പിച്ചു കൊള്ളുന്നു. അതേപോലെ നമ്മൾ ഓർക്കേണ്ട പലരും ജീവിച്ചിരുന്നവരും അല്ലാത്തവരുമായ അനേകർ നമ്മുടെ ഇന്ത്യയിലും വേൾഡിൽ പല ഭാഗങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് അത് കുറിച്ച് പറയുന്നില്ല. എങ്കിലും ഈ രണ്ടുപേരെയും ഈ തരുണത്തിൽ സ്മരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വിഷ് യു ഓൾ എ ഹാപ്പി ഡേ.